ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ടെന്നീസ് താരം രാധിക യാദവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മകൾക്ക് ടെന്നീസ് അക്കാദമി തുടങ്ങാൻ 2.5 കോടി രൂപ നൽകിയതായി പിതാവ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാനുള്ള മകളുടെ ആഗ്രഹത്തിന് പിതാവ് എതിരായിരുന്നു. ഇൻസ്റ്റഗ്രാം റീൽസിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് വിവരം. അജീഷ് ശിവകുമാർ ഡൽഹിയിൽ ചെയ്യുന്നു. അജീഷ്, ഇന്നലെ പ്രാഥമികമായി വന്ന വിവരം ഈ ടെന്നീസ് അക്കാദമി നടത്തിയുമായി ബന്ധപ്പെട്ട് തർക്കത്തിലാണ് പിതാവ് മകളെ വെടിവെച്ചു കൊന്നതെന്നാണ്. എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ, മറിച്ച് ടെന്നീസ് അക്കാദമിയുമായി മുന്നോട്ട് പോകാൻ പിതാവിന് താല്പര്യമുണ്ടായത്. പക്ഷേ മകൾ ആ വഴി മാറി സോഷ്യൽ ഇൻഫ്ലുവൻസറിലേക്ക് പോകുന്നതിലേക്കുള്ള തടസ്സമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ലാതെ പല കാരണങ്ങൾ കൊണ്ടാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഈ പ്രതിയായിട്ടുള്ള ദീപക് യാദവ് പോലീസിനോട് പറഞ്ഞത്. അതായത് ഈ ടെന്നീസ് അക്കാദമി തുടങ്ങാൻ പണം കൊടുത്തത് താനാണ്. 2.5 കോടി രൂപ മുടക്കിയാണ് ഈ ടെന്നീസ് അക്കാദമി തുടങ്ങിയത്. അതിനുശേഷം ആണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ചില പരിഹാസങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഈ ടെന്നീസ് അക്കാദമിയുമായി മുന്നോട്ട് പോകുന്നതിൽ ഈ അച്ഛന് താല്പര്യമില്ലായിരുന്നു. കാരണം പലരും, പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളൊക്കെ ഈ മകളുടെ ചെലവിലാണ് കഴിയുന്നതൊക്കെ പരിഹസിച്ചിരുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു മ്യൂസിക് ആൽബം ഒക്കെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ മരിച്ച രാധിക യാദവ് ചെയ്തിരുന്നു. അതിൽ സുഹൃത്തുമൊത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അടുത്തിടപഴകുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഈ അച്ഛനെ പ്രകോപിപ്പിച്ചിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മകളുമായി തർക്കത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ടെന്നീസ് അക്കാദമി അടയ്ക്കണമെന്ന് മകളോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷെ മകൾ അത് തയ്യാറായില്ല. എന്നാൽ ഈ ഇൻസ്റ്റഗ്രാമിലെ വിഷയവും അടക്കമുള്ള കാര്യങ്ങളിൽ ഈ മകളുമായിട്ട് പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ തുടർന്ന് തർക്കവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 15 ദിവസം, അതായത് കൊലപാതകത്തിന് 15 ദിവസം മുമ്പ് വരെ മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥനായിരുന്നു താനെന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടത്തിയത്. ഇന്നലെ രാവിലെ 10:30യോടെയാണ് വീടിനകത്ത് ഈ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് വെടിവെച്ചത്. അടുക്കളയിലായിരുന്നു രക്തത്തിൽ കുളിച്ച നിലയിൽ മകൾ രാധിക യാദവിനെ കണ്ടെത്തിയത്. താഴെ സഹോദരൻ ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് ഈ ബന്ധു ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ചേർന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോടതി 1 ദിവസത്തെ കസ്റ്റഡിയിലും വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. അതിനുശേഷമായിരിക്കും റിമാൻഡ് ചെയ്യുക. ശരി, പിതാവാണ് മകളെ വെടിവെച്ചു കൊന്നത്. ഒരുപാട് ഭാവിയുള്ള ടെന്നീസ് താരമായിരുന്നു രാധിക യാദവിനെ ഒരു ചെറിയ ഈഗോ വിഷയത്തിൽ, അങ്ങനെ പറയണം അതിനെ, ആ വിഷയത്തിലാണ് ഇപ്പോൾ പിതാവ് മകളെ വെടിവെച്ചു കൊന്നത്. അജീഷ് ശിവകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.